നമസ്കാരം. വെറും 23 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടി തൂങ്ങി മരിക്കുമ്പോൾ ആ കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ കുരുക്ക് കഴുത്തിലിടുമ്പോഴും ആ ഒരു സ്നേഹിച്ച പുരുഷനോടുള്ള കളങ്കമില്ലാത്ത സ്നേഹം മാത്രം ഉള്ളിൽ ഒതുക്കിയാണ് ആ ഒരു പെൺകുട്ടി തൂങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏതൊരു പെൺകുട്ടിയാണെങ്കിലും സ്നേഹിക്കുമ്പോൾ ആരെയാണോ സ്നേഹിക്കുന്നത്, സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, സ്വന്തമാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ ആ സ്നേഹിക്കുന്ന വ്യക്തി എന്താണോ, ഏതാണോ, എങ്ങനെയാണോ എന്നറിയണം. മനസ്സുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരിക്കലും അവരുടെ ഉള്ളിൽ ചൂന്നെടുക്കാൻ കഴിയില്ലെങ്കിലും അവൻ്റെ സ്വഭാവം, അവൻ്റെ മറ്റുള്ള ആളുകളിൽ നിന്നും അവൻ്റെ സ്വഭാവം അറിഞ്ഞിട്ട് വേണം ഒരാളെ സ്നേഹിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ. കാരണം ഞാനൊരാണാണ്, എനിക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയ ഒരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, നമ്മൾ സ്നേഹിക്കണം, ആത്മാർത്ഥമായി സ്നേഹിക്കണം. അപ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത്, എത്ര സ്നേഹിക്കുകയാണെങ്കിലും ഒരു അമിതമായ കുറച്ചെങ്കിലും ബാക്കിയാക്കി സ്നേഹിക്കണം. വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധം ആവരുത്. കാരണം ഈ സ്നേഹിക്കുന്ന ആളുകൾക്ക് പല ദുശീലങ്ങളും പല പ്രവൃത്തികളും ഉണ്ടായിരിക്കാം. ഇന്ന് മതത്തിൻ്റെ പേരിലാണ് ആ ഒരു പെൺകുട്ടി കയറിൻ്റെ തുമ്പത്ത് തൂങ്ങാൻ പറഞ്ഞ് ജാതി മാറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ജാതിയും, നമ്മളെല്ലാവരും മനുഷ്യരാണ്, ജാതി മാറേണ്ട ആവശ്യമില്ല. ജാതി എന്നുണ്ടായി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ജാതി എന്നുണ്ടായി ഒരു ജാതിയാണെങ്കിൽ ഒരു മതമാണെങ്കിലും ആരുടെ മേലെ കുറച്ച് ഒരു കത്തിയെടുത്ത് വരഞ്ഞാൽ പോലും അതിന്ന് വരുന്നത് ചുവന്ന രക്തം മാത്രമാണ്. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ രക്തത്തിൻ്റെ കളർ ഒന്നായതുകൊണ്ട് നിങ്ങൾക്ക് ജാതി ഒന്നുമില്ലാതെ ഒന്നാണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് സ്നേഹിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ നമ്മൾ മക്കളെ നോക്കി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതിനോളം വരില്ല ഒരു സ്നേഹവും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നമ്മളൊന്നും അറിയാതെ സ്നേഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പല വഴിയിൽ ചെന്ന് കുരുക്കെട്ട് വീഴുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും ഇതുപോലെ പോകുന്നുണ്ട്. പക്ഷേ നമ്മളത് അറിഞ്ഞിരിക്കണം. ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആ ആളുടെ എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് നമ്മൾ അറിഞ്ഞിട്ട് വേണം മറ്റൊരുത്തിനെ സ്നേഹിക്കാൻ. അവന് പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്ന് മെല്ലെ 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 പുറത്ത് ചാടാനുള്ള വഴി നോക്കണം. ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ പോരെ, ഒരു വാഴ നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ അത് ചെത്തിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിന്ന് കുറച്ച് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ആ വാഴ വെട്ടിയെടുത്തുന്നൊരു തൂമ്പ് ഇങ്ങനെ പൊന്തി വരും. ഇന്നതുപോലെ നമുക്ക് ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ അടുത്ത തൂമ്പ് നമുക്ക് മുളച്ച് വരും. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക. ഒരിക്കലും ഇതുപോലുള്ള മരണത്തിലേക്കോ അല്ലെങ്കിൽ വേറെയുള്ളതിലേക്കോ നിങ്ങൾ പോകരുത്. ഒരു നിമിഷം ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യവും ചെയ്യാൻ.